അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കന്യാകുമാരി ജില്ലയിലെ കാളികേശം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെക്ക് പോസ്റ്റാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ എൻട്രി ചെയ്തിട്ടാണ് പോകാനായിട്ട്. അപ്പോൾ ഇവിടെ ടൈമിംഗ് വന്നിട്ട് രാവിലെ 9 മണി തൊട്ട് 3 മണി വരെയാണ്. അതുപോലെ ടിക്കറ്റ് റേറ്റ് വന്നിട്ട് വലിയ ആൾക്കാർക്ക് 30 രൂപ, കുട്ടികൾക്ക് 20 രൂപ, നമ്മുടെ കാറിന് 50 രൂപയാണ്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ പോകുന്ന വഴിയാണ് കേട്ടോ. പോകുന്ന വഴി രണ്ട് സൈഡും ചുറ്റും റബ്ബർ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ പൈസ കൊടുത്ത് അവിടെ നിന്ന് ചെക്ക് പോസ്റ്റ് നമ്മുടെ പേരും ഡീറ്റെയിൽസ് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ പോകുന്ന വഴിക്കുള്ളൊരു കാഴ്ചയാണ്. നല്ലൊരു കിടിലം വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ബസ് റൂട്ടും കൂടാണ്. നമുക്ക് നാറുകോലിൽ നിന്ന് കാളികേശത്തിന് ബസ്സും ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് എത്താനായിട്ട്. നമ്മൾ നമ്മുടെ ചെക്ക് പോസ്റ്റിൽ പൈസയൊക്കെ അടച്ചിട്ട് വന്നതിന് ശേഷം ഇങ്ങനൊരു വഴി കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ പോകേണ്ടത് ഈ ലെഫ്റ്റ് സൈഡുള്ള വഴിയാണ്. ആ കാറ് കിടക്കുന്ന ആ വഴി കൂടെ വേണം പോകാൻ. താഴോട്ട് വേറെ റൂട്ടാണ്. അവിടെ ഒരു മില്ലും ഒക്കെയാണ്. ഞങ്ങൾ ആദ്യം വഴിതെറ്റി അങ്ങോട്ടാണ് പോയത്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് തന്നെ നേരെ അങ്ങ് പോയാൽ മതി. നമ്മളിപ്പോൾ നമ്മുടെ കാളികേശ്വരം ആ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ എത്തും. ആ വഴി മുമ്പിലോട്ട് വന്നു കഴിയുമ്പോൾ ഇതുവരെ ഒരു ബോർഡ് കാണാൻ പറ്റും, ശ്രീ കാളിയമ്മൻ തിരുക്കോവിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കാളികേശ്വരം. അവിടെ നമ്മൾ നേരെ പോവാം. അപ്പോൾ അങ്ങനെ നമ്മൾ കാളികേശ്വരം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല വലിയ ഇപ്പം ഉണക്ക് ചൂട് സമയമാണ്, അതുകൊണ്ട് വെള്ളമൊക്കെ കുറവാണ്. അപ്പോൾ അവിടെ അതുപോലെ തന്നെ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ കാളികേശ്വരം ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെയോ. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് ചൂട് സമയമായതുകൊണ്ട് ഇവിടെ വെള്ളം കുറവാണ്. അപ്പോൾ അതിനോട് തൊട്ട് ചേർന്നൊരു ക്ഷേത്രമുണ്ട് കേട്ടോ. നല്ലൊരു കിടിലം ഫീൽ ചെയ്യാനുണ്ട് ആ ക്ഷേത്രം. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ വെള്ളച്ചാട്ടമുള്ള സ്ഥലം. നമ്മുടെ മീൻമുട്ടിലൊക്കെ പോകുന്ന ആ ഒരു ഫീലാണ് കേട്ടോ. പക്ഷേ നല്ല സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇന്ന് ക്ഷേത്രത്തിൽ ഒരു അഭിഷേകമുണ്ട്, അതുകൊണ്ട് മാത്രമാണ് കുറച്ച് ആൾക്കാർ കൂടുതലുള്ളത്. ക്ഷേത്രത്തിൽ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് ബസ്സിലൊക്കെ. അപ്പോൾ അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഫിഷ് സ്പാ ചെയ്യാം. ഇങ്ങനെയൊക്കെ തന്നെ ചുറ്റും കാലിന് ചുറ്റും കൂടിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വന്നിട്ട് നമുക്ക് 60 രൂപയ്ക്കാണ് സ്റ്റാർട്ടിങ്, 100 രൂപയ്ക്കാണ് ഫിഷ് സ്പായ്ക്ക് സ്റ്റാർട്ടിങ് വരുന്നത്. ഇവിടെ നമ്മൾ കാലനക്കാതെ വെച്ചിരുന്നാൽ മതി. ഇങ്ങനെയൊക്കെ തന്നെ വന്ന് ഇപ്പോൾ എന്തായാലും നല്ലൊരു അനുഭവമാണ് കേട്ടോ. എന്നാലും നല്ല ക്ലിയർ വാട്ടറാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഫിഷ് ഫ്രൈ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ശരിക്കും നല്ല നീക്കളിയാണ്. മീനുകളൊക്കെ നമ്മൾ കാലനക്കാതെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലിന് ചുറ്റും വന്ന് കൂടും മീനുകളൊക്കെ. നീ ഇതിൻ്റെ കാലിൽ വരുന്നില്ല ജോക്കോട്ട? വേണ്ട, ജോക്കോട്ടൻ്റെ കാലിലും വരുന്നുണ്ട് കുറേ. ജോക്കോട്ടൻ്റെ കാലിലും മീനുണ്ട്. ഇവിടെ തന്നെ അല്ലേ. അപ്പോൾ ഇവിടുന്ന് അപ്പുറത്തോട്ടൊക്കെ വണ്ടികളൊക്കെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ചെറിയ നമ്മളൊരു ബൊലേറോ പോകുന്നുണ്ട്, പിന്നെ അതുവരെ ഒരു സ്കോർപ്പിയോ പോകുന്നുണ്ട്. പക്ഷെ ഫോറസ്റ്റ് ഏരിയ ആണ്, കയറാൻ പറ്റുമോ എന്നുള്ളത് വല്ല വേറെ പ്രശ്നങ്ങളുണ്ടെന്നുള്ള അറിയത്തില്ല കേട്ടോ. സ്കോർപ്പിയോ ഒക്കെ അവരൊക്കെ പോകുന്നുണ്ട് കേട്ടോ, വണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ചെറിയ ഉരുളൻ കല്ലുകളൊക്കെ ഉണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകാൻ പറ്റും. ഇപ്പോൾ ഒരു സ്കോർപ്പിയോ അപ്പുറത്ത് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ഷേത്രം വന്നിട്ട് കാളിയമ്മൻ തിരുക്കോവിൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വ്യൂ വന്നിട്ട് നല്ല കിടിലൊരു ഫീൽ തന്നെയാണ് കേട്ടോ. നമ്മുടെ ക്ഷേത്രത്തിനോട് തൊട്ട് ചേർന്നതാണ് ഈ വെള്ളച്ചാട്ടമൊക്കെ. അപ്പോൾ അതുപോലെ ഈ ക്ഷേത്രത്തിൽ നട തുറക്കുന്ന ദിവസം എല്ലാ മാസവും പൗർണമി മാസത്തിൽ ആണ് ഇവിടെ അഭിഷേകം ഉള്ളത്. ആ ഒരു ദിവസത്തിൽ മാത്രമേ ക്ഷേത്രം ഇവിടെ തുറക്കുകയുള്ളൂ. ആ സമയത്ത് ഒത്തിരി ആൾക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്ന ദിവസം പൗർണമി ദിവസമാണ്. ഇപ്പോൾ ചൂട് സമയം ആയതുകൊണ്ടൊക്കെ വെള്ളം കുറവായതാണ്. ശരിക്കും പിള്ളേരെ കൊണ്ടൊക്കെ വരുമ്പോൾ ഇവിടെ മലവെള്ളം ഇറങ്ങാൻ വലിയ ചാൻസ് ഉള്ള സ്ഥലമാണ്. നമുക്ക് കോളേജിൽ പഠിച്ചാൽ നമുക്കിവിടെ നേരത്തെ ഒത്തിരി പ്രാവശ്യം വന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുട്ടികളെ കൊണ്ട് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക.